ദ്വിരാഷ്ട്ര ഫോർമുല നടപ്പാക്കാതെ സമാധാനമുണ്ടാകുമെന്ന് ഇസ്രയേൽ കരുതേണ്ടെന്ന് സൗദി അറേബ്യ. പലസ്തീനികളെ സൗദിയിലേക്ക് മാറ്റിക്കോളൂവെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കാണ് മറുപടി. ഗാസയിൽ നിന്ന് ജനങ്ങളെ മാറ്റുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ സൗദി രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെയാണ് പലസ്തീനികളെ സൗദിയിലേക്ക് മാറ്റിക്കോളൂവെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇതിനെതിരെ അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നു. അവരോട് നന്ദി പറഞ്ഞാണ് സൗദി ഇസ്രയേലിനെതിരെ കടുത്ത പ്രയോഗം നടത്തിയത്. പ്രസ്താവനയുടെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെ: കാലം എത്രയെടുത്താലും പലസ്തീന്റെ മണ്ണ് അവർക്ക് തന്നെയായിരിക്കും. ഇസ്രായേലിന്റെ തീവ്രവാദ ചിന്താഗതിയാണ് സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുന്നത്. പലസ്തീൻ എന്ന മണ്ണിനോട് അറബ് ജനതയ്ക്കുള്ള വൈകാരികവും നിയമപരവും ചരിത്രപരവുമായ ബന്ധം മനസ്സിലാക്കാൻ അധിനിവേശ മനസ്സുള്ള ഇസ്രയേലിന് കഴിഞ്ഞില്ല. പ്രസ്താവന ഇങ്ങനെ തുടരുന്നു: പലസ്തീനികളെ ആട്ടിയോടിക്കാൻ അവർ കുടിയേറ്റക്കാരല്ല. ഗാസയെ തകർത്ത മനുഷ്യന്റെ വികാരമോ ധാർമ്മികതയോ ഇല്ലാതെ കൊന്നവരാണ് ഇസ്രയേൽ. പരസ്പര സഹകരണത്തോടെ കഴിയാനാണ് അറബ് രാജ്യങ്ങളുടെ സമാധാന ഫോർമുല ഇല്ലാതാക്കുന്നതും ഇസ്രയേൽ തന്നെയാണ്. ദ്വിരാഷ്ട്ര ഫോർമുല നടപ്പാക്കാതെ സമാധാനമുണ്ടാകുമെന്ന് ഇസ്രയേൽ കരുതേണ്ടെന്ന് പറഞ്ഞാണ് പ്രസ്താവന അവസാനിക്കുന്നത്. ട്രംപ് ഇസ്രയേലിനെ അടുപ്പിക്കാൻ ശ്രമം തുടരുമ്പോഴാണ് സൗദി തുടർച്ചയായി രംഗത്ത് വരുന്നത്. ഫലത്തിൽ സൗദി ഇസ്രയേൽ ചർച്ചകൾ വീണ്ടും വഷളാകും. അതിനിടെ വെടിനിർത്തൽ കരാർ പ്രകാരം നെറ്റ്സഡിം ഇടനാഴിയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം അതിർത്തിയിലെ ബഫർ സോണിലേക്ക് പിന്മാറും. ഇതോടെ വടക്കൻ ഗാസയിലെ സൈനിക സാന്നിധ്യം തീർത്തും ഇല്ലാതാകും. രണ്ടാം ഘട്ട വെടിനിർത്തൽ വേളയിലാകും ഗാസയിൽ നിന്നുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം. ചർച്ച സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഇസ്രയേൽ സംഘം ഇന്ന് പുലർച്ചെ ദോഹയിലെത്തി. അതേസമയം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 3 ഇസ്രയേലി ബന്ദികളെ കൂടി വിട്ടയച്ച ഹമാസ് എലി ഷറാബി, ഒഹദ് ബെൻ അമി, ഒർലെവി എന്നിവരെയാണ് വിട്ടയച്ചത്. 3 പേരും ഇസ്രയേലി പൗരന്മാരാണ്. അതേസമയം ഇവരുടെ ശാരീരിക അവസ്ഥ മോശമാണെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ആക്രമണത്തിനിടെയാണ് ഹമാസ് സംഘം ഇവരെ തട്ടിക്കൊണ്ടുപോയത്. അതേസമയം റെഡ് ക്രോസിന് കൈമാറുന്നതിനു മുൻപ് ബന്ദികളെ 100 കണക്കിന് ആൾക്കാർക്ക് മധ്യത്തിൽ മൈക്കിലൂടെ സംസാരിക്കാൻ ഹമാസ് സംഘം അനുവദിച്ചിരുന്നു. ഇതാദ്യമായാണ് ഇത്തരത്തിൽ സംസാരിക്കാൻ അവസരം നൽകിയത്. അതേസമയം ഇവർക്കു പകരമായി തടവിൽ പാർപ്പിച്ച പലസ്തീൻകാരെ ഇസ്രയേൽ മോചിപ്പിച്ചു. വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം ഇതുവരെ 18ഓളം ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചത്. ആദ്യം 3 സ്ത്രീകളെയും പിന്നീട് 3 വനിതാ ആർമി ഉദ്യോഗസ്ഥരെയുമാണ് ഹമാസ് വിട്ടയച്ചത്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 33 ബന്ദികളെയാണ് ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കുക. ഇനി 13 പേരെയാണ് വിട്ടയക്കാനുള്ളത്. ഓരോ സിവിലിയൻ ബന്ദികൾക്കും പകരമായി 30 പലസ്തീൻ തടവുകാരെയും ഇസ്രയേലി വനിതാ സൈനികർക്കു പകരമായി 50 തടവുകാരെയും മോചിപ്പിക്കാനാണ് വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള ധാരണ. മാത്രമല്ല ഗാസയിൽ സഹായങ്ങൾ കൂടുതലായി എത്തിക്കാനും കരാറിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അതിനിടെ ഗാസ ഏറ്റെടുക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്കെതിരെ പലസ്തീനിൽ വലിയ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രയേൽ ഗാസയെ അമേരിക്കയ്ക്ക് കൈമാറും. ഗാസയെ സ്വതന്ത്രമാക്കാനും മേഖലയെ രാജ്യാന്തര കേന്ദ്രമാക്കി മാറ്റാനും US തയ്യാറാണെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.